യൂണിറ്റ് 10 100,000 10,000 ലാക്ക്. ഇത് എക്സ്ലാൻഡിസ് V3 അല്ല, എക്സ്ലാൻഡിസ് ഊംബീർ. 5 ലക്ഷം അവിടെ നിന്ന് ഇവിടെ വരെ ഒന്ന് വണ്ടി ട്രാൻസ്ഫർ ആക്കാൻ. അപ്പോൾ ബ്രാവോ നമ്മുടെ അടുത്തൊക്കെ പറയണതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇവിടെ ജിമ്മ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ജീവിക്കുക. ഒരു ചായ കുടിക്കണമെങ്കിൽ 1 കോടി രൂപ. മനസ്സിലായോ? ഇനി എങ്ങനെ ജീവിക്കണം? ഈ സിറ്റിയിൽ തന്നെ ജീവിക്കണം നമ്മള്. സെർവർ ഡിഗ്രേഡ് എന്ന് പറഞ്ഞ നാളെ എനിക്ക് ബാൻ, ഒരു സംശയവുമില്ല. ഒരു ഗറാജിൽ നിന്ന് ഇപ്പുറത്തെ ഗറാജിലോട്ട് വണ്ടി ട്രാൻസ്ഫർ ചെയ്യാൻ 5 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടുതലല്ലേ? കൂടുതലാണ്. പിന്നെ എല്ലാ സിറ്റിയിലും എന്താ അഭിപ്രായം? ഇവിടെ മാക്സിമം പണിയെടുത്ത കിട്ടുന്ന എത്രയെന്നറിയോ? വലിയ എമൗണ്ട് ഇല്ല, പട്ടിയ കണക്കിന് പണിയെടുക്കണം. ഞാനങ്ങനെ പഠിക്കുവാത്തോടെ എനിക്ക് അതിനെ പറ്റി വലിയ ധാരണ. നമ്മള് പണ്ട് സമരം ചെയ്ത് ഇതുപോലെ എല്ലാം കുറപ്പിച്ചിട്ടുള്ളതാ. വേണമെങ്കിൽ നമുക്ക് സമരം ചെയ്ത് ഈ ട്രാൻസ്ഫർ ഇതൊക്കെ കുറപ്പിച്ചാലോ പൈസ. സത്യം സത്യം സത്യം. അതൊരു സമരം വിളിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം. സമരം വിളിച്ചാലേ പിന്നെ ഞാൻ കൂടേക്കും. വേണമെങ്കിൽ പീഡിയുടെ മുമ്പിൽ ചെന്ന് ഞാൻ വരാന്നും പറയുമല്ലോ. അങ്ങനെയല്ല, മറ്റേ ഇല്ല, കാരണം നമ്മൾക്ക് ജീവിക്കണ്ടേ ഇവിടെ? നമുക്ക് ഇവിടെ ജീവിക്കണ്ടേ? നമ്മളിവിടെ ജീവിക്കല്ലോ. ആ അതെ, ഞാൻ ഇവിടെ കോട്ട് സൂട്ടിട്ട് ഇത് ബിസിനസ് മാനാണ്. പക്ഷെ ഇവിടെ ആവുന്നില്ല, പൈസ എടുത്തിട്ടുണ്ട്. ഞാൻ കോട്ട് സൂട്ട് നടന്നതാ. ഇപ്പൊ 5 വയസ്സില്ലാത്തോണ്ട് ഇങ്ങനെ പഴയ. പേരെന്താ? എന്റെ പേര് പരിന്തുവാസു. ഓ, പരിന്തുവാസു. ഞാൻ സണ്ണിക്കുട്ടൻ. നൈസ് ടു മീറ്റ് യു. നിങ്ങളൊക്കെ ഇവിടെ കുടുംബത്തിലുള്ള ആൾക്കാരാണോ അതോ? ഇല്ല, ഞാൻ ക്ലബിലുള്ള, ഞാൻ ബിസിനസ് മാനാ. ഇവിടെ സൂപ്പർ മാർക്കറ്റ് നമ്മളതാണ്. സൂപ്പർ മാർക്കറ്റ്. ഓ, അപ്പൊ സ്വന്തമായിട്ട് ഫുഡ് ഒന്നും മേടിക്കണ്ട, എനിക്ക് അതും ചിലവാണ്. ഓ, നിങ്ങൾ വന്നാ മതി. നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ സ്പെഷ്യൽ കൗണ്ടർ ബുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഓ, അങ്ങനെയാണെങ്കിൽ കൊള്ളാം. പക്ഷെ തുറന്നില്ല. തുറക്കട്ടെ. സൂപ്പർ മാർക്കറ്റ് തുറന്നില്ല? ഇല്ല, അതും തുറന്നിട്ടില്ല. തുറക്കണ്ടേ? തുറന്നു തരണ്ടേ അവര്? ബാക്കി രണ്ടുപേരോ? അപ്പൊ നീ എങ്ങനെ കണ്ണ് കാണും? ഹലോ, നിനക്ക് കണ്ണ് കാണണ്ടേ? ഹലോ, എന്താ അറിയില്ലേ നിങ്ങൾക്ക്? ഇല്ല.